ഹലോ, ഇന്നൊരു സ്പെഷ്യൽ വ്ളോഗാണ്. ഞാനും തനിക്കുട്ടിയും സിദ്ധുക്കുട്ടനും കൂടി ദുബായ് പോവാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് ഞങ്ങൾ ദുബായ് പോകുന്നത്. ഞങ്ങളിതിന് മുന്നേ ഖത്തറിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഖത്തറിൽ പോകുമ്പോൾ സിദ്ധുക്കുട്ടൻ ഉണ്ടായിരുന്നില്ല. തനിക്കുട്ടീനെ കൊണ്ട് ഖത്തറിൽ പോയിട്ടുണ്ട്. സിദ്ധുക്കുട്ടൻ്റെ ആദ്യത്തെ ഫ്ലൈറ്റ് യാത്രയാണ്. അപ്പോൾ ഞങ്ങൾ 3 പേരും ദുബായ് പോവാണ്. അപ്പോൾ അച്ചാച്ചന്മാരും അമ്മമാരോടൊക്കെ യാത്ര പറഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ ഉള്ളിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ അവിടെ എത്തിയിട്ട് എമിഗ്രേഷനൊക്കെ കഴിഞ്ഞു. വെയിറ്റിംഗ് ഏരിയയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ തനിക്കുട്ടിയും സിദ്ധുക്കുട്ടനൊക്കെ നല്ല എക്സൈറ്റഡ് ആണ്. ആദ്യമായിട്ടാണ് സിദ്ധുക്കുട്ടൻ ഫ്ലൈറ്റിൽ കയറുന്നത്. തനിക്കുട്ടി മുന്നേ കയറിയിട്ടുണ്ട്, പക്ഷേ അതൊന്നും ഓർമ്മയില്ല. ഒരു 2.5 വയസ്സിലൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊന്നും തനിക്കുട്ടിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഇപ്പോൾ കയറുന്നതിൻ്റെ നല്ലൊരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട് തനിക്കുട്ടിക്ക്. അപ്പം അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു 5:30 ഇറങ്ങി. 9:45 ഫ്ലൈറ്റ്. അപ്പോൾ വീട്ടിൽ നിന്ന് ഞാൻ ദോശയൊക്കെ കൈപ്പിടിച്ചിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇവിടെ ഈ വെയിറ്റിംഗ് ഏരിയയിൽ ഇരുന്നിട്ട് 2 പേരും ദോശ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പുറത്തേക്ക് നോക്കിയപ്പോൾ അവിടെ നിന്നൊരു ഫ്ലൈറ്റ് വരുന്നത് കണ്ട് നമ്മുടെ തനുകുട്ടി നല്ല എക്സൈറ്റ് ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കാനായിട്ടാണ്. നമ്മുടെ സിദ്ധുക്കുട്ടനും കാണിച്ചു കൊടുത്തു. സിദ്ധുക്കുട്ടനാണെങ്കിൽ നമ്മൾ വീട്ടിലൊക്കെ നിൽക്കുമ്പോൾ മേലെ കൂടെ പോകുന്ന ചെറിയ ഫ്ലൈറ്റിനെ കണ്ടിട്ടുള്ളൂ. അടുത്ത് നിന്നിട്ട് വലിയ ഫ്ലൈറ്റിനെ കണ്ടപ്പോഴേക്കും അത് ഫ്ലൈറ്റാണെന്നൊന്നും നമ്മുടെ സിദ്ധുക്കുട്ടന് മനസ്സിലായിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പാസ്പോർട്ടും ടിക്കറ്റും ഒക്കെ. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഇവർക്ക് നേരം പോവാതെ 2 പേര് ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി കളിക്കുന്നുണ്ട്. അങ്ങനെ വെയിറ്റ് ചെയ്ത് ഇപ്പോൾ ഫ്ലൈറ്റിൽ കയറേണ്ട സമയമായി. അപ്പോൾ നമ്മൾ വെയിറ്റിംഗ് ഏരിയയിൽ നിന്ന് നമ്മുടെ ഫ്ലൈറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ തനിക്കുട്ടിയാണെങ്കിൽ നല്ല എക്സൈറ്റഡ് ആണ്. പുറത്തേക്കൊക്കെ നോക്കി പുറത്ത് കാണുന്ന ഫ്ലൈറ്റിനൊക്കെ നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫ്ലൈറ്റ് ഏതാണെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നേരെ ഫ്ലൈറ്റിനുള്ളിലേക്ക് പോവുകയാണ്. ഹാപ്പിയാണോ? അതിൽ പോവാട്ടാ. Good morning, fine. 1, 2, 3. Excellent. You can take first flight. Welcome. How are you? ഇങ്ങോട്ട് തനി ഇങ്ങോട്ട് നേരെ നടക്ക് തനി ഇങ്ങോട്ട് നോക്കി. അങ്ങനെ ഞങ്ങളിപ്പോൾ ഫ്ലൈറ്റിനുള്ളിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ 3 പേരുടെ സീറ്റ് ഇതാണ് കേട്ടോ. അപ്പോൾ കയറുമ്പോൾ തന്നെ ഓരോ സീറ്റിലുള്ള പാസഞ്ചേഴ്സിനും വേണ്ടിയിട്ട് ഓരോ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. ഈ ഹെഡ്സെറ്റ്, പിന്നെ ബ്ലാങ്കറ്റ്, അങ്ങനെ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് നമ്മുടെ തനിക്കുട്ടി നോക്കുകയാണ്. പിന്നെ വിൻഡോനുള്ളിൽ കൂടെ പുറത്തത്തെ കാഴ്ചകൾ നോക്കുന്നുണ്ട് കേട്ടോ. ഹായ്. ഇപ്പോൾ 2 പേരും ഇരുന്ന് ഒന്ന് സെറ്റായിട്ടുണ്ട്. അപ്പോഴേക്കും വിൻഡോൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ഓരോന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ തനിക്കുട്ടി ഹെഡ്സെറ്റൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം തന്നെ മൂവിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണും എന്നുള്ളൊരു പ്ലാനിലാണ് ആളിരിക്കുന്നത്. അപ്പോഴേക്കും ഒരു എയർ ഹോസ്റ്റസ് വന്നിട്ട് ഒരു ബാഗ്, പിന്നെ ചെറിയൊരു ഫ്ലൈറ്റ് ടോയ് പോലത്തെ അതൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. തനിക്കുട്ടിയും സിദ്ധുക്കുട്ടനും ഉണ്ടായിരുന്നു കേട്ടോ. സെപ്പറേറ്റ് ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കിട്ടിയപ്പോഴേക്കും 2 പേർക്ക് നല്ല ഹാപ്പിയായി. പിന്നെ കളറിംഗ് ബുക്കും പെൻസിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവർക്ക് ഫ്ലൈറ്റിനുള്ളിൽ ഇരുന്നിട്ട് ടൈം പോകാനൊക്കെ ആയിട്ടുള്ള എല്ലാ ഐറ്റംസും അവർ തന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിരിക്കുമ്പോഴേക്കും ഫ്ലൈറ്റ് മൂവ് ചെയ്ത് തുടങ്ങി. നമ്മുടെ തനിക്കുട്ടി നല്ല എക്സൈറ്റ് ആയിട്ട് ഇങ്ങനെ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് മുകളിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ മേഘങ്ങളൊക്കെ കണ്ടപ്പോഴേക്കും തനിക്കുട്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സിദ്ധുക്കുട്ടനെയും വിളിച്ച് കാണിച്ചു കൊടുക്കാനായിട്ട് നോക്കടാ പുറത്തേക്ക് നോക്കടാ എന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ 2 എയർ ഹോസ്റ്റസ് വന്നിട്ട് നമ്മുടെ ഫോട്ടോ എടുത്ത് തരട്ടെ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ പിന്നെ ഞങ്ങൾ എന്തായാലും വേണ്ടാന്നൊന്നും പറഞ്ഞില്ല. കാരണം ഒരു ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നതിൻ്റെ ഒരു മെമ്മറീസിനൊക്കെ ആയിട്ട് എടുത്ത് വെക്കാമല്ലോ. അങ്ങനത്തെ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ തനിക്കുട്ടി കളർ പെൻസിലൊക്കെ എടുത്ത് കുറച്ച് നേരം കളർ ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോൾ ഫുഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നത്. റൈസും ചിക്കനും ഉണ്ടായിരുന്നു, പിന്നെ ഒരു ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞങ്ങൾ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ സിദ്ധുക്കുട്ടൻ നല്ല ഉറക്കമായിട്ടുണ്ട്. നമ്മുടെ തനിക്കുട്ടിയാണെങ്കിൽ അവിടെ കളർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അത് കഴിഞ്ഞ് തനിക്കുട്ടി സ്ക്രീനിൽ ഇപ്പോൾ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓരോ ഗെയിമൊക്കെ കണ്ടപ്പോഴേക്കും അത് കളിക്കാനൊക്കെ നല്ല ഇൻട്രസ്റ്റ് ആയി. അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ കോഫി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു കോഫി കുടിക്കാൻ വിചാരിച്ചു. അങ്ങനെ ഒരു കോഫി പറഞ്ഞിട്ട് അത് കുടിച്ചു. അപ്പോഴേക്കും നമ്മുടെ തനിക്കുട്ടി ഉറങ്ങി, സിദ്ധുക്കുട്ടനും ഉറങ്ങുകയാണ്. രണ്ടുപേരും നല്ല ഉറക്കമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ലാൻഡ് ചെയ്യാറായിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ തനിക്കുട്ടീനെ സിദ്ധുക്കുട്ടനെയൊക്കെ എണീപ്പിച്ചു കേട്ടോ. അങ്ങനെ തനിക്കുട്ടി ഉറക്കം മതിയാവാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് തന്നിട്ടുള്ള ആ ഒരു ബാഗൊക്കെ കഴുത്തിലിട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. നമ്മുടെ സിദ്ധുക്കുട്ടൻ്റെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചപ്പോഴേക്കും സിദ്ധുക്കുട്ടൻ പകുതി ഉറക്കത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ലാൻഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളിതിപ്പോൾ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ നേരെ പോവാണ് കേട്ടോ, ഇമിഗ്രേഷനിൽ പോവാണ്. അപ്പോൾ ഇതാണ് ദുബായ് എയർപോർട്ട്. ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഞങ്ങൾ നേരെ ഇങ്ങനെ നടന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും മെട്രോ വന്നു കേട്ടോ. മെട്രോയിൽ കയറിയിട്ട് പോകണമായിരുന്നു. അപ്പോൾ ഞങ്ങൾ മെട്രോയിൽ കയറിയിരുന്നു. അങ്ങനെ ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ലഗേജ് എടുക്കാനായിട്ട് വന്ന് നിൽക്കുകയാണ്. അങ്ങനെ ഞങ്ങളിപ്പോൾ ലഗേജൊക്കെ എടുത്ത് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. മാമലുണ്ട് അതുകൊണ്ട് സിദ്ധുമണി അപ്പോൾ വീഡിയോ ഒക്കെ എടുത്തത് നമ്മുടെ മാമനാണ് കേട്ടോ. ഇത് മാമൻ ഇവിടെ ഉണ്ട്. അപ്പം നമ്മുടെ സിദ്ധുക്കുട്ടൻ തനിക്കുട്ടിയും അച്ഛനും മാമനെയും കണ്ട സന്തോഷത്തിലാണ്. അപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാണ് കേട്ടോ. ഉറക്കൊക്കെ കഴിഞ്ഞതാ. ഉണ്ടാവും ചിലപ്പോ. പുറത്തിറങ്ങിയിട്ട് നേരെ കാറിലെത്തിയതും നമ്മുടെ സിദ്ധുക്കുട്ടൻ കാർ ഓടിക്കാനായിട്ട് വന്നിരിക്കുന്നുണ്ട് അച്ഛൻ്റെ മടിയിൽ. അപ്പോൾ കാറൊക്കെ കണ്ടൊരു സന്തോഷത്തിലാണ് നമ്മുടെ സിദ്ധുക്കുട്ടൻ ഇരിക്കുന്നത്. അങ്ങനെ ഞങ്ങളിപ്പോൾ ഒരു മണിക്ക് ആയിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ 1 മണി ആയിട്ടുണ്ട് പുറത്തൊക്കെയൊക്കെ ഇറങ്ങിയപ്പോഴേക്കും. അങ്ങനെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കുന്നത് ഫസ്റ്റ് തന്നെ കഴിക്കുന്നത്. അപ്പോൾ ഫുഡ് റൂമിൽ പോകാനാണ് പ്ലാന്. അപ്പോൾ നമ്മുടെ ചാനലിൽ ദുബായ് വ്ളോഗും ഷോർട്സൊക്കെ ആയിരിക്കിട്ടുണ്ടാവുക. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ മിസ് ചെയ്യാതെ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് കമൻറ്റ് ഒക്കെ ചെയ്യാം. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണാം.